ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ പവർ സിസ്റ്റത്തിൻ്റെ കുറച്ചധികം ടോപ്പിക്സ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പവർ സിസ്റ്റത്തിൻ്റെ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് പോയിൻറ്റ്സ് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്ന രീതിക്കാണ് ഇന്ന് ക്ലാസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ ഫണ്ടമെൻ്റൽ തൊട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്സിൽ. സോ നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഈ ക്ലാസ് കണ്ടു തീർക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അയയ്ക്കുക. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പവർ സിസ്റ്റത്തിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ട്രാൻസ്മിഷൻ ഓഫ് പവർ ആണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ട്രാൻസ്മിഷൻ ഓഫ് പവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ കുറച്ച് പോയിൻറ്റ്സ് എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് അതെന്ത് ചെയ്യാം, മേക്കപ്പ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. വാട്ട് ആർ ദ മെയിൻ സ്റ്റേജ് ഓഫ് പവർ ഫ്ലോ ഫ്രം ജനറേഷൻ ടു ദി കൺസ്യൂമർ? അതായത് ഒരു പവർ ഫ്ലോ ജനറേഷനിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുമ്പോൾ എത്രയൊക്കെ സ്റ്റേജസ് ആയിരിക്കും അതിനുണ്ടാവുന്നത്? സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ആക്ച്വലി ഞാനൊരു ടെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന പോലെ ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്കാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക് തൊട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ഈ ടൈപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ദ ട്രാൻസ്മിഷൻ ഓഫ് പവർ ഒക്കേഴ്സ് ഇൻ എ സ്പെസിഫിക് ഹൈറാർക്കി ടു എൻഷുർ എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഫസ്റ്റ് ജനറേഷനാണ് അല്ലേ. അത് നമുക്കറിയാമല്ലോ. പവർ എന്ത് ചെയ്യും, ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, 11 kV ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. 11 kV ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും, അതിനെ പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഐഡിയയിലോട്ട് കൊണ്ടുവരും. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ പ്രൈമറി ട്രാൻസ്മിഷൻ ആണ്. നെയിം പറയും പോലെ പ്രൈമറി ആണ്. സോ ദാറ്റ് മീൻസ് ദിസ് വോൾട്ടേജ് എന്ത് ചെയ്യും, സ്റ്റെപ്പ് അപ്പ് ചെയ്യും. എത്രയിലോട്ടാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്? 220 kVയിലോട്ട് എന്ത് ചെയ്യും, സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തിനാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്, എന്തിനാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ക്ലാസ് കാണാത്തവർ കണ്ടു നോക്കുക. ഓരോ പോയിന്റ് ബൈ പോയിന്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പോയിരിക്കുന്നത്. സോ അത് ഞാൻ ഇനി വീണ്ടും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ബിക്കോസ് ഞാൻ നന്നായിട്ട് ആ ടോപ്പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് പേരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറയാം. അതായത് നമുക്ക് ഈ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ഒക്കെ ലോസസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സോ ലോസസ് എന്ന് പറയുമ്പോൾ ആ ലോസസ് റിഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു സെറ്റപ്പ് ചെയ്യുമ്പോൾ ദ മെയിൻ എയിം ഈസ് ടു റെഡ്യൂസ് എന്താണ്, ലോസസ് ആണ്. സോ ആ രീതിക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, പർപ്പസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദെൻ സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. എത്രയിലേക്കാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്? ഈ 66 kVയിലേക്കോ 33 kVയിലേക്കോ, ഈ 220 ഉണ്ടായിരുന്നത് 66ലേക്കോ 33 kVയിലോട്ടോ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. സെക്കൻഡറി ട്രാൻസ്മിഷനിൽ സ്റ്റെപ്പ് ഡൗൺ. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, സ്റ്റെപ്പ് അപ്പ്. തിരിഞ്ഞു പോകരുത്. 11 kVനെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ദെൻ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത്. അപ്പോൾ ചില സമയത്ത് ക്വസ്റ്റ്യൻസിൽ ഈ വോൾട്ടേജ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് 220 kVയിലോട്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് ഏതിലേക്കുമാണ്, 66 അല്ലെങ്കിൽ ഒരു 33 kVയിലോട്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്മിഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതായത് എല്ലാത്തിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ എത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്ത പവർ ഇരിക്കുവാണ്. നമുക്കിനി കൺസ്യൂമേഴ്സിലേക്ക് ഇത് എന്ത് ചെയ്യണം, എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് വോൾട്ടേജ് നമ്മൾ 11 kV ആയിട്ട് റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ 11 kVനെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ടൈമിൽ വീണ്ടും റെഡ്യൂസ് ചെയ്ത് ഒരു 415 വോൾട്ട് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് 3 ഫേസ് ആയിരിക്കും, അല്ലെങ്കിൽ 240 വോൾട്ട് ആക്കും സിംഗിൾ ഫേസ് ആണെങ്കിൽ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 450 വോൾട്ട് ആണ് ആക്കുന്നത് 3 ഫേസിന്. ഫോർ സിംഗിൾ ഫേസ് എത്രയാണ്, 240 വോൾട്ട് ആണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. സോ ട്രാൻസ്മിഷൻ ഇസ് ഡൺ അറ്റ് ഹൈ വോൾട്ടേജ് ടു റെഡ്യൂസ് കറണ്ട്. അപ്പോൾ ട്രാൻസ്മിഷൻ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഹൈ വോൾട്ടേജിലായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിച്ച് ഇസ് ടേൺ റെഡ്യൂസസ് എന്താണ്, ലൈൻ ലോസസ് കുറയ്ക്കും ആൻഡ് റെക്യൂർഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കണ്ടക്ടർ. അപ്പം ലൈൻ ലോസസ് കുറയും, അതുപോലെ കണ്ടക്ടറിൻ്റെ ഏരിയയും എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൺസെപ്റ്റ് കിട്ടിയല്ലോ, നന്നായിട്ട് മനസ്സിലാക്കുക. ഈ കൺസെപ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഫസ്റ്റ് പോയിന്റ് ടു ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, സോ ഫസ്റ്റ്
ട്രാൻസ്മിഷനാണ് ആൻഡ് അതിൽ പ്രൈമറിയും ഉണ്ട് സെക്കൻഡറിയും ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ട്രിബ്യൂഷനിലും പ്രൈമറിയും ഉണ്ട് സെക്കൻഡറിയും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് why is ACSR the most commonly used conductor in overhead transmission. അപ്പം ACSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് ആണ്. സോ അതാണ് എന്ത് പറയുന്നത് ACSRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. അത് ഫുൾ ഫോം കൂടി നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചേക്കുക, നോട്ട് ചെയ്ത് വെച്ചേക്കാം. സോ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ഒരു സെൻട്രൽ കോർ ഉണ്ടായിരിക്കും. ആ സെൻട്രൽ കോർ എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരുന്നത്. സ്ട്രാൻഡ്സ് സറൗണ്ട് ബൈ ലെയേഴ്സ് ഓഫ് അലൂമിനിയം സ്ട്രാൻഡ്സ്. അപ്പോൾ ഒരു സെൻട്രൽ കോർ ഓഫ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ സ്ട്രാൻഡ് ഉണ്ടായിരിക്കും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും, അലൂമിനിയം സ്ട്രാൻഡ്സ് എന്ത് ചെയ്തിരിക്കും, ചുറ്റിയിരിക്കും. ഇതോ അതിൻ്റെ സ്റ്റീലിൻ്റെ ഫങ്ഷൻ എന്താണ്, മെയിൻലി ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ സെൻട്രൽ പാർട്ടിലൊരു സ്റ്റീലാണ് അല്ലേ, എന്നിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലൂമിനിയം സ്റ്റാൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചുറ്റി വെക്കുവാണ്. അപ്പം സ്റ്റീലിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കൂടുതൽ കൊടുക്കുക, ടു സപ്പോർട്ട് ആൻഡ് വെയിറ്റ് ആൻഡ് വിസ്റ്റാൻഡ് വിൻഡ് ഓർ ഐസ്. വിൻഡോ ഐസോ അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റീല് വെക്കുന്നത്. ദെൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫങ്ഷൻ ഓഫ് അലൂമിനിയം മീൻസ് മെയിൻലി ഡ്യൂ ടു ക്യാരി ദ ബൾക്ക് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഡ്യൂ ടു ഇറ്റ്സ് ഗുഡ് കണ്ടക്ടിവിറ്റി ആൻഡ് ലൈറ്റ് വെയിറ്റ്. അതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമ്മൾ സ്റ്റീലും യൂസ് ചെയ്യുന്നുണ്ട്, അലൂമിനിയം യൂസ് ചെയ്യുന്നുണ്ട്. സോ അലൂമിനിയം യൂസ് ചെയ്യുന്നത് എന്തിനാണ്, അതിൻ്റെ ഗുഡ് കണ്ടക്ടിവിറ്റി കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ അലൂമിനിയം യൂസ് ചെയ്യാൻ കാരണം, സ്റ്റീൽ യൂസ് ചെയ്യാൻ കാരണം അതിൻ്റെ എന്താണ്, ആ ഒരു ടെൻസൈൽ സ്ട്രെങ്ത് കാരണമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഇൻസുലേറ്റർ ടൈപ്പ് ടു ഇറ്റ്സ് ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സിൻ്റെ ആ ഒരു ചാർട്ട് നോക്കാം. സോ ഫസ്റ്റ് പിൻ ടൈപ്പ്, സസ്പെൻഷൻ ടൈപ്പ്, സ്ട്രൈൻ ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ്. ഇതിൽ പിൻ ടൈപ്പ് എന്ന് പറയുമ്പം നിങ്ങൾ എപ്പോഴും ഈ വോൾട്ടേജ് നോക്കുക. ഒരു 33 kV വരെയൊക്കെ ഉള്ളതിന് പിൻ ടൈപ്പ് മതി. ഓക്കെ, അതിനെ സ്ട്രൈറ്റ് അപ്പ് ചെയ്യാൻ യൂസ് ഫോർ സ്ട്രൈറ്റ്സ് അപ്പ് ഒരു 33 kV വരെയാണ്. ബട്ട് ബൾക്കി ഫോർ ഹയർ വോൾട്ടേജ്. പക്ഷേ ഒരു ഹയർ വോൾട്ടേജ് ആണെങ്കിൽ ഇത് എന്ത് ചെയ്യത്തില്ല, യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഫസ്റ്റ് ഇസ് പിൻ ടൈപ്പ്. നെക്സ്റ്റ് ഇസ് സസ്പെൻഷൻ ടൈപ്പ്. ഇതെന്ന് പറയുന്നത് 33 kVയേക്കാളും കൂടുതലാണെങ്കിൽ, ഓക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് വോൾട്ടേജും ഓരോ വോൾട്ടേജും എങ്ങനെയാണ് കമ്പയർ ചെയ്ത് വരുന്നത്. സോ പിന്നാണെങ്കിൽ 33 kV വരെയും, സസ്പെൻഷൻ ആണെങ്കിൽ 33 kVക്ക് മുകളിലുമാണ്. കൺസിസ്റ്റ് ഓഫ് സ്ട്രിങ് ഓഫ് പോർസിലൈൻ ഓർ ഗ്ലാസ് ഡിസ്ക്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, സ്ട്രിങ് ഉണ്ട്. സ്ട്രിങ് എന്ന് പറയുന്നത് പോർസിലൈൻ അല്ലെങ്കിൽ ഗ്ലാസ് ഡിസ്ക് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു വോൾട്ടേജ് 33 kVക്ക് എബവ് ആണേ. ഇനി സ്ട്രെയിൻ ആണെങ്കിൽ ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ പഠിക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറുകുക അല്ലേ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഒരു ഡെഡ് എൻഡ്സിലോ ഷാർപ്പ് കർവ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ റിവർ ക്രോസിങ്ങിലോ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉള്ള ഏരിയയിൽ യൂസ് ചെയ്യുന്നതാണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ, വെദർ ഇസ് ഗ്രേറ്റ് മെക്കാനിക്കൽ ടെൻഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ഷാക്കിൾ ആണേ. ഷാക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള കണ്ടീഷൻസിലാണ്. സോ ലൈൻസ് ഹോറിസോണ്ടൽ ഓർ വെർട്ടിക്കലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷാക്കിൾ പ്രിഫർ ചെയ്യുന്നത്. ലോ വോൾട്ടേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. One disc in suspension string is typically designed for 11 kV. To find the line voltage, count the disc and multiply it by 11. അപ്പം ഒരു സസ്പെൻഷൻ സ്ട്രിങ് എന്ന് പറയുമ്പോൾ അതൊരു 11 kV ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഡിസ്ക് എണ്ണും, എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ 11 kV വെച്ച് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സ്കിൻ എഫക്റ്റ്, എന്താണ് ഫെറാൻറ്റി എഫക്റ്റ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്കിൻ എഫക്റ്റ് എന്ന് വെച്ചാൽ ദ ടെൻഡൻസി ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കൊന്നുകൂടി പറയാം. സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെൻഡൻസിയാണ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ടു ഫ്ലോ നിയർ ദ സർഫസ് സ്കിൻ ഓഫ് എ കണ്ടക്ടർ. അതായത് സർഫസ് എന്ന് പറയുമ്പം ആ സ്കിൻ ആ കണ്ടക്ടറിൻ്റെ ചുറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പോവും. സോ അതിനെയാണ് സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത് എന്തിന് ആബ്സെൻറ്റും ആണ്, ഡി സിക്ക് ആബ്സെൻ്റ് ആണ്. സോ ഇറ്റ്സ് എ കേരള PSC ടിപ്പ്. അതായത് ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൺലി എന്താണ്, എ സിക്കാണ് നമുക്കിത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഡി സിക്ക് എന്തില്ല, സ്കിൻ എഫക്റ്റ് ഇല്ല. സോ സ്കിൻ എഫക്റ്റ് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ
DC. It's only present in AC. Okay. So next is Ferranti effect. Ferranti effect ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. എന്താ ഫെറാൻറ്റി എഫക്റ്റ്? അതായത് അണ്ടർ നോ ലോഡിൽ അല്ലെങ്കിൽ ലൈറ്റ് ലോഡ് കണ്ടീഷൻസ് വരുമ്പോൾ ദ റിസീവിങ് എൻഡ് വോൾട്ടേജ് എന്ന് പറയുമ്പം എന്ത് ചെയ്യും? സെൻഡിങ് എൻഡ് വോൾട്ടേജിനെക്കാളും എന്ത് ചെയ്യുന്നുണ്ടാവും? കൂടുതലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ലൈൻ കപ്പാസിറ്റൻസ് കൊണ്ടാണ് ആ ഇഫക്റ്റ് വരുന്നത്. ഓക്കെ, ദിസ് ഇഫക്റ്റ് ഇസ് നോൺ ആസ് എന്താണ്? ഫെറാൻറ്റി എഫക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കൊറോണ എഫക്റ്റ്. കൊറോണ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു വയലറ്റ് ഗ്ലോയോ അല്ലെങ്കിൽ ഒരു ഹിസ്സിങ് നോയ്സോ അല്ലെങ്കിൽ ഒരു മീൻസ് അത് വരുമ്പോൾ എഫക്റ്റാണ് പറയുന്നത്. കൊറോണ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ കൊറോണ എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓഫ് ദിസ് വയലറ്റ് ഗ്ലോ, പിന്നെ ഹിസ്സിങ് നോയ്സ് ഉണ്ടാവും, പിന്നെ ഈ ഓസോൺ ഗ്യാസ് പ്രൊഡക്ഷൻ എറൗണ്ട് ദ ഹൈ വോൾട്ടേജ് വയർസ്. ഓക്കെ, ദിസ് കൊറോണ ക്യാൻ ബി റിഡ്യൂസ് ബൈ ഇൻക്രീസിങ്. എങ്ങനെയാണ് ഈ കൊറോണയുടെ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്? ബൈ ഇൻക്രീസിങ് ദ സ്പേസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ഓർ യൂസിങ് ലാർജ് ഡയമീറ്റർ ഓർ ബണ്ടിൽ കണ്ടക്ടർ. സോ ഈ കൊറോണ എഫക്റ്റ് നമുക്ക് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിങ് ഇൻക്രീസ് ചെയ്യാം. എങ്ങനെയാണ്? ഓർ യൂസിങ് ലാർജ് ഡയമീറ്റർ ഓർ ബണ്ടിൽ കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ലാർജ് ഡയമീറ്റേഴ്സ് ഉള്ള ബണ്ടിൽ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇഷ്യൂ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ആർ ദ ലെയേഴ്സ് ഓഫ് എൻ അണ്ടർഗ്രൗണ്ട് കേബിൾ ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്? സോ ഒരു അണ്ടർഗ്രൗണ്ട് കേബിള് ഞാൻ പറഞ്ഞല്ലോ, അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സിറ്റീസ് ഏരിയാസിലൊക്കെ നമുക്ക് ഒരിക്കലും ഓവർ ഹെഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് സം റീസൺസ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സിറ്റീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതായത് ഫോളിങ് ഓഫ് എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പരമായിട്ടോ ഒക്കെ റീസൺസ് ഉണ്ടാകും. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യും? അണ്ടർഗ്രൗണ്ട് പ്രിഫർ ചെയ്യും. ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏത് സിറ്റിയിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. സോ അത് കേബിൾസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? കണക്ഷൻസ് പോകുന്നത്. സോ അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറയുമ്പം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മസ്റ്റ് ബി റിമെമ്പർ, നമ്മൾ ഇങ്ങനെയാണ് അത് ഓർത്ത് വെക്കേണ്ടത്. കോർ, ദാറ്റ് ഇസ് കണ്ടക്ടർ, ദാറ്റ് ഈസ് മെയിൻലി അലൂമിനിയമോ കോപ്പറോ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കോർ നിർമ്മിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇൻസുലേഷൻ പേപ്പർ പ്ലേസ് ചെയ്യും. അത് PVC ആവാം അല്ലെങ്കിൽ XLPE, അതായത് ക്രോസ് ലിങ്ക് പോളിത്തീൻ ആവാം. ഓക്കെ, ദെൻ മെറ്റാലിക് ഷീറ്റ് യൂസ് ചെയ്യും. അത് ലെഡോ അലൂമിനിയോ ആകാം, ടു പ്രൊട്ടക്ട് ഫ്രം മോയ്സ്ചർ. സോ മെറ്റാലിക് ഷീറ്റ് വെച്ചിരിക്കുന്നത് എന്തിനാണ്? മെയിൻലി പ്രൊട്ടക്ഷൻ പർപ്പസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബെഡിങ്. കൊറോഷൻ എന്ത് ചെയ്യാനാണ്? സോ മെറ്റാലിക് ഷീറ്റ് മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ബെഡിങ് വെച്ചിരിക്കുന്നത് കൊറോഷൻ ഇഫക്റ്റ് അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെഡിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ആർമറിങ് ആണ്. ആർമറിങ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാനാണ്? ആർമറിങ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ മെക്കാനിക്കൽ ഇഞ്ചുറി എന്ത് ചെയ്യുന്നുണ്ടാവും? കുറയും. സോ സെർവിങ് എന്ന് പറയുന്നത് ഔട്ടർ. സോ ഇഞ്ചുറി കുറയ്ക്കാനാണ് ആർമറിങ് യൂസ് ചെയ്യുന്നത്. സെർവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ഫൈബ്രസ് ലെയർ, പുറത്തുള്ള. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്. സോ നിങ്ങളിത് നന്നായി പഠിച്ചേക്കുക. ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സി, വാട്ട് ആർ ദ ലെയേഴ്സ്? ഫസ്റ്റ് ലെയർ ഇസ് കോർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസുലേഷൻ ലെയറാണ് പറയുന്നത്. അത് PVO XLPO യൂസ് ചെയ്യാം. ക്രോസ് ലിങ്ക്ഡ് പോളി എൽത്തിലിനാണ്. ദെൻ മെറ്റാലിക് ഷീറ്റ്, അത് നമുക്ക് മോയ്സ്ചർ കണ്ടക്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റാലിക് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ബെഡിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിൻലി കൊറോഷൻ എഫക്റ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ. ആർമറിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും കുറയ്ക്കാൻ. സെർവിങ് എന്താണ്? ഫൈബ്രസ് ലെയർ, അല്ലേ? പുറത്തുള്ള ഫൈബ്രസ് ലെയർ സെർവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഫാക്ടേഴ്സ് ഇഫക്റ്റ് ദി സാഗ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ? സാഗ് എന്ന് പറയുന്ന ആ പോയിന്റ്, ഇപ്പോൾ 2 പോയിന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒരു കണ്ടക്ടർ എപ്പോഴും എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? ഇങ്ങനെ നിൽക്കണം. പക്ഷേ എപ്പോഴും ഒരു സാഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കേണ്ട വയർ എപ്പോഴും എന്ത് ചെയ്യും? ഒരു ചെറിയൊരു എന്താണ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കയറ് കെട്ടുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു പോർഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും? നേരെ നമ്മൾ എന്താ പറയുന്നത്, ടെൻഷനിലിരിക്കാണ്ട് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും? ഒന്ന് റിലീസ് ചെയ്തിരിക്കുന്നുണ്ടാവും. സോ ഈ ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ സാഗ് എന്ന് പറയുന്നത്. സോ സാഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഓഫ് സപ്പോർട്ട് ആൻഡ് ദ ലോവസ്റ്റ് പോയിന്റ് ഓൺ ദി കണ്ടക്ടർ. ലെവൽ ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഓഫ് സപ്പോർട്ടും അതുപോലെ ലോവസ്റ്റ് പോയിന്റ് ഓൺ ദി കണ്ടക്ടറും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി വെയിറ്റ് ഓഫ് കണ്ടക്ടർ എന്ന് പറയുമ്പം
വെയിറ്റ് എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ എന്തും കൂടുതലായിരിക്കും, സാഗും കൂടും. ഓക്കെ, സ്പാൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലോങ്ങർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആണെങ്കിൽ സാഗ് എന്ന് പറയുന്നത് എന്താണ്, കൂടും. ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹയർ ടെൻഷനാണ്. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ സാഗ് എന്ത് ചെയ്യും, കുറയും. അതായത് ഇറുക്കി നമ്മൾ ഒരു കയറോ എന്തെങ്കിലും നമ്മൾ ഇറുക്കി കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാത്തിങ്ങനെ എന്താണ് സാഗായി കിടക്കുമോ, ഇല്ല അല്ലേ. അപ്പോൾ ടെൻഷൻ കൂടിയാൽ സാഗ് കുറയും. ഇനി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ കോസസ് എ കണ്ടക്ടർ ടു എക്സ്പാൻഡ് ഇൻക്രീസിങ് ദ സാഗ്. സമ്മർ സീസൺ ആകുമ്പം ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, കൂടാൻ സാധ്യതയുണ്ട് അല്ലേ. സോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സാഗ് എന്ന് പറയുന്ന ഇഫക്റ്റ് കൂടും. മനസ്സിലായോ? സോ ഇമ്പോർട്ടൻ്റ് ആണേ. നെക്സ്റ്റ് ഒരു ട്രാൻസ്മിഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറേ ഇഫക്ട്സ് ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം ഒരു ക്വസ്റ്റ്യൻ ഇതിന്ന് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇത് ബേസ് ചെയ്ത് ചോദിക്കാം. സോ സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എ സി കറണ്ട് ടെൻഡ് ടു ഫ്ലോ ഓൺ ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ, അല്ലെങ്കിൽ ആ കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന ഇഫക്റ്റാണ് സ്കിൻ ഇഫക്റ്റ്. അതിൻ്റെ റിസൾട്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കൂടുതലായിരിക്കും അല്ലേ. പക്ഷേ ഈ ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡി സിയിൽ എന്തായിരിക്കും, ഞാൻ പറഞ്ഞു ആബ്സെൻ്റ് ആണ്. ഫെറാൻറ്റി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോ ലോഡ് അല്ലെങ്കിൽ ലൈറ്റ്ലി ലോഡ് കണ്ടീഷൻ വരുമ്പോൾ വോൾട്ടേജ് എന്ത് പറ്റും, റിസീവിങ് എൻഡ് എന്ന് പറയുന്നത് സെൻഡിങ് എൻഡ് വോൾട്ടേജിനെക്കാളും കൂടുതലായിട്ട് നിൽക്കും. ഓക്കെ, ആ കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, ഫെറാൻറ്റി എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കൊറോണ എഫക്റ്റ്. കൊറോണ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വയലറ്റ് ഗ്ലോയും ഹിസിങ് നോയ്സും ഒക്കെ ആയിട്ട് ഒരു സൗണ്ടും ഒരു ഗ്ലോയും ഒക്കെ വരും. എന്തുകൊണ്ടാണ്, ആ ഒരു അയണൈസേഷൻ കാരണമാണ്. ആ കണ്ടക്ടറിന് ചുറ്റുമുണ്ടാകുന്ന എയർ എന്ത് ചെയ്യുന്നു, അയണൈസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റാണ് കൊറോണ. അപ്പോൾ ആ കൊറോണ എഫക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഡ്യൂ ടു ഇറ്റ്സ് വയലറ്റ് ഗ്ലോയും പിന്നെ ഹിസിങ് നോയ്സും കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൊറോണ എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇൻക്രീസ്ഡ് ബൈ ഹൈ വോൾട്ടേജ്, നാരോ സ്പേസിങ്, റഫ് കണ്ടക്ടർ സർഫസ് ആൻഡ് ബാഡ് വെതർ. സോ ഇത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ സാധ്യത, വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ, നാരോ സ്പേസിങ് ആണെന്നുണ്ടെങ്കിൽ, കണ്ടക്ടർ സർഫസ് കുറച്ച് റഫ് ആണെങ്കിൽ, ബാഡ് വെതർ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ഇത് ഇഫക്റ്റ് കൂടാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ലെങ്തും വെച്ചിട്ട് നമുക്ക് ഈ ലൈൻസിന് നമുക്ക് തിരിക്കാൻ പറ്റും കേട്ടോ. ബേസ്ഡ് ഓൺ എന്ത് കൺസെപ്റ്റിലാണ്, ലെങ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈൻസിന് എന്ത് ചെയ്യാൻ പറ്റും, തിരിക്കാൻ പറ്റും. സോ ലെങ്ത് എന്ന് പറയുന്നത് ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ലെങ്ത് എന്ന് പറയുന്നത് 80-നേക്കാളും കുറവാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 20 kV. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ 80 കിലോമീറ്ററിനേക്കാളും ഉള്ളിൽ നിൽക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. അവരുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 20 kV-യേക്കാളും കുറഞ്ഞ ലെവലിലും ആയിരിക്കണം. ഓക്കെ, ഇനി ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു സെക്കൻഡ്, ഈ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിക്കോണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ട്രാൻസ്മിഷൻ ലൈൻ, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഒരു 80 കിലോമീറ്ററും ആയിരിക്കും. അതുപോലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 20 kV-യേക്കാളും കുറവുമായിരിക്കും. ഇനി ഇതിൽ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് ഉണ്ടോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. കപ്പാസിറ്റൻസ് ഷോർട്ടിലില്ല, നെഗ്ലക്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, നെഗ്ലക്റ്റഡ് ആണ്. പിന്നെ അടുത്തെന്ന് പറയുന്ന മീഡിയമാണ്. മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 80 മുതൽ ഒരു 160 ആ ഒരു റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മീഡിയത്തിൽ നിൽക്കുന്നത്. വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു 20 മുതൽ ഒരു 100 kV വരെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വോൾട്ടേജിൻ്റെ റേഞ്ച് മീഡിയത്തിൽ നിൽക്കുന്നത്. സോ അത് ഓർത്ത് വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആൻഡ് ഇത് 80 കിലോമീറ്ററിനും 160 കിലോമീറ്ററിനും അകത്ത്, ഇതെന്താ 20 to 100 kV-ക്കകത്ത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഉണ്ട് ഇതിൽ, ലംഡ് ആയിരിക്കും. അത് 2 മോഡൽസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ ഇപ്പോൾ കാണിക്കുവാണെങ്കിൽ 2 മോഡലാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ടി മോഡലും ഉണ്ട്, പൈ മോഡലും ഉണ്ട്. ഓക്കെ, ടിയും